താജ് വാ ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്. നല്ല ഫുഡാണ്. അത് കഴിച്ച മുതൽ ഞാൻ ആലോചിക്കേണ്ടതൊന്ന് വാർത്ത ചെയ്യണമെന്ന്. നമസ്കാരം, ഇത് DS തട്ടുകടയാണ്. DS തട്ടുകട എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥലം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ പാലസ് റോഡ്, ആറ്റിങ്ങൽ പാലസ് റോഡിൽ മൃഗാശുപത്രി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് വലയ സൈഡാണ് ഈ തട്ടുകട. ഞാൻ ഈ കൊല്ലമ്പുഴ ഭാഗത്തേക്ക് വരും. അതായത് ഞാൻ ഈ തട്ടുകടയുടെ സ്റ്റോർ ചെയ്യാൻ കാരണം, ഞാൻ ഒരിക്കൽ പുട്ട് തിന്നാൻ കൊതി തോന്നി ആറ്റിങ്ങൽ മുഴുവൻ വണ്ടി ഓടിച്ച് നടന്നു, ഒരിടത്തും പുട്ടില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഇങ്ങനെ പുട്ടിന്ന് ആവി വരുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ കയറി ഈ പറയുന്ന അൻസാറൊക്കെ എന്നൊരു ചായയും ഒരു പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയും കഴിച്ചു. ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചാണ് ഈ കടയെ പറ്റി ഒരു സ്റ്റോറി ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ ചെയ്യുകയാണ്. അൻസാറക്കയുടെ ചായയുടെ ടേസ്റ്റും ഒരിക്കലും മറക്കാൻ കഴിയില്ല. പുള്ളിക്ക് എന്തോ സീക്രട്ട് ഉണ്ടെന്നു അല്ലേ? കൈപ്പുണ്യം തന്നെ, വേറെ ഒന്നുമില്ല. കൈപ്പുണ്യം തന്നെയാണല്ലേ? കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചായക്ക്. സാധാ ഒരു ചായ അല്ല ഇത്. നിങ്ങൾ എന്തോ ഇതിൽ ചേർക്കും. ഹോർലിക്സ് വല്ലതും ചേർക്കോട്ടെ? ഇല്ല അങ്ങനെ ചേർക്കത്തില്ല. സാധാ ചായ തന്നെയാണ് അല്ലേ? ഏതായാലും അൻസാറക്കയുടെ ചായയെന്ന് ഞാൻ തുടങ്ങുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളിലേക്ക് പോകാം. ഒരിക്കൽ ഞാൻ കുടിച്ച ചായയുടെ ടേസ്റ്റ് എൻ്റെ നാവിൽ കിടപ്പുണ്ട്. അതേപോലെ എനിക്ക് കിട്ടണം. കിട്ടോ? ഉറപ്പേനെ? അടിപൊളി. നിങ്ങൾ എന്തോ ഒരു ട്രേഡ് സീക്രട്ട് ഇതിനകത്തുണ്ടല്ലോ. വേറെ ഒന്നുമില്ല, AVT തേയിലയും നാടൻ പാലും. AVT തേയില, വേറെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിച്ച് നിൽക്കുക. പാൽ തുറന്ന് അടയ്ക്കുക, അതേപോലെ എല്ലാം വൃത്തിയായി വെക്കുമ്പോൾ ചായ നന്നായിരിക്കും അല്ലേ? ശരി, എന്തായാലും ഞാൻ അന്ന് കുടിച്ച ആ ഒരു കൺസിസ്റ്റൻസി എന്തായാലും ഒരു കീപ്പ് ചെയ്യാനുണ്ട്. അതേ ടേസ്റ്റ്, അതേ അന്ന് കുടിച്ച അതേ ചായ. വാ താജ് വാ. നമ്മുടെ വൈശാഖേട്ടനും ദീപ്തി ചേച്ചിയും കൂടെയാണ് ഈ ഒരു തട്ടുകട നടത്തുന്നത്. ദീപ്തി ചേച്ചി DMLT ആണ്, എന്നിട്ട് പോലും തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്തുമാത്രം പാഷൻ ഈ ഒരു കടയിലുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാചക കലയോട് എന്തുമാത്രം പാഷൻ ഉണ്ടായിട്ടായിരിക്കും പഠിച്ച കാര്യം വിട്ടിട്ട് ഈ ഒരു ഫുഡിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഏട്ടാ, ഇത് എത്ര കാലമായി കട തുടങ്ങിയിട്ട്? 1 വർഷവും 3 മാസമായി. 1 വർഷവും 3 മാസമായി. നിങ്ങൾ പൊക്കം എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പാഴ്സലാണ് പോകുന്നത് അല്ലേ? പാഴ്സലും പോകുന്നുണ്ട്, ഫാമിലിയൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ കുത്തുപൊറോട്ടയാണ് ഫേമസ്. കൊത്തുപൊറോട്ട ഇല്ല, നമ്മളെ ബീഫ് റോസ്റ്റും കാര്യങ്ങളും ഇതുള്ള എല്ലാ ആൾക്കാരും ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളത് പുട്ടും ചിക്കൻ കറിയാണ്. അത് കഴിച്ച മുതൽ ഞാൻ ആലോചിക്കേണ്ടതൊന്ന് വാർത്ത ചെയ്യണമെന്ന്. കാരണം പുട്ട് നമ്മളൊരു വീക്ക്നെസ്സാണ്. ഞാൻ ഈ പുട്ടിന് വേണ്ടിയിട്ട് ഈ ആറ്റിങ്ങൽ നഗരം മൊത്തം കറങ്ങിയിട്ട് അവസാനം പുട്ട് കിട്ടിയ ഇവിടെ നിന്നാണ്. പൊറോട്ടയും ബീഫും എല്ലാവർക്കും വീക്ക്നെസ്സാണ്. ബീഫ് റോസ്റ്റും എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെപ്പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ നൊസ്റ്റാൾജിക്ക് ഉണ്ടല്ലോ, പുട്ട്, ഇഡ്ഡലി, ഇതൊക്കെ നമ്മൾ നൊസ്റ്റാൾജി ആണല്ലോ. പൊറോട്ടയെ കഴിച്ച് മടുത്ത് കേട്ടാ, അതുകൊണ്ടാണ് പുട്ടൊക്കെ കഴിച്ച് പോകുന്നത്. മനുഷ്യരെ ഇഷ്ടമല്ലേ അവർക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ പുട്ടും ചിക്കൻ കറിയും വല്ലാതെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലാവുന്ന സാധനം അതാണ്. അങ്ങനെ നമ്മളങ്ങ് നോക്കിയിട്ടില്ല, എന്നാലും എല്ലാം പോകുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും എല്ലാം ആഹാരം തീരുന്നുണ്ട്. എത്ര മണിക്ക് തുടങ്ങും? 4 മണി തൊട്ട് 11 മണി വരെയാണ്. 11 മണി വരെ. എപ്പോൾ ഫുഡ് തീരുമോ അപ്പോൾ അവസാനിക്കും, അപ്പം നിർത്തും. പിന്നെ ബാക്കി പിറ്റേ ദിവസം. എന്തായാലും ഫ്രിഡ്ജ് വെച്ചാൽ പരിപാടിയൊന്നും ഇല്ല. ഇല്ല, അന്നുള്ള ആഹാരം ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടെന്ന് വന്നിരിക്കണ അതിനകത്തൊന്നുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. സ്വന്തം വീടാണ്, വീടിനോട് ചേർന്നാണ് ഈ തട്ടുകട. പിന്നെ എനിക്ക് പരിചയപ്പെടുത്തുള്ള ദീപ്തി ചേച്ചിയാണ്. ദീപ്തി ചേച്ചി, DMLT ഒക്കെ പഠിച്ചിട്ട് എങ്ങനെയാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് തിരക്കാണ്. DMLT അല്ലേ പഠിച്ചത്? നമ്മളെ എവിടെ സ്ഥിരം വാങ്ങാറുണ്ടോ? എന്താണ് ഇവിടുത്തെ ഫേവറേറ്റ് നിങ്ങൾ വാങ്ങുന്നത്? ഇഷ്ടമുള്ള സാധനം? ബീഫ് റോസ്റ്റ്. അടിപൊളിയാണ്. ഈ ബീഫ് റോസ്റ്റ് കഴിച്ചിട്ട് തടിയൊന്നും വെക്കണ്ടല്ലോ. സ്ഥിരം ബീഫ് റോസ്റ്റിന് വാങ്ങുന്നത് ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ്? അടുത്തുള്ള ആൾക്കാരാണ്. എവിടെ താമസിക്കുന്നത്? താഴെയോ? നമ്മളിവിടെ തന്നെ താമസിക്കുന്നത്. സ്ഥിരം വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്തൊന്നുമില്ലേ? രുചികളുണ്ട് വരും അല്ലേ? ശരി ഓക്കെ. എന്നാ സ്ഥിരം വരും ഇവിടെ? എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ്? എന്താണ് ഇവിടുത്തെ? ചിക്കൻ ഫ്രൈ. മോക്കോ അത് തന്നെ ഇഷ്ടം? ചിക്കൻ ഫ്രൈ തന്നെ ഇഷ്ടം? സ്ഥിരം അത് തന്നെ വാങ്ങുന്നത്?
എന്നും ചിക്കൻ ഫ്രൈ കഴിക്കുമോ? എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാര്യം എന്താണ്? ടേസ്റ്റ് ഉണ്ട്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലേ? സാധാരണക്കാരന് വന്ന് കഴിക്കാൻ പറ്റും. കാശിൻ്റെ കാര്യം വലിയ വിഷയമല്ല. എന്തായാലും ഞാനിത് പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടെല്ലാം ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതേ ടേസ്റ്റുള്ള ഇതേ ക്വാണ്ടിറ്റി ഉള്ള സാധനം നമ്മൾ അത്യാവശ്യം ഒരു AC റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിയാൽ ഒരു 500 രൂപ കൊടുക്കണം. അതിൽ നമുക്ക് 100 രൂപ കിട്ടും ഇല്ലേ? അതാണ് എൻ്റെ വാസ്തവം. ചേച്ചി ഇവിടെ അടുത്താണ് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഹോട്ടലിൽ തട്ടട വരാനുള്ള കാര്യം എന്താണ്? നല്ല ഫുഡാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്ന ഫുഡ് അത്രയും ടേസ്റ്റി, അത്രയും ക്വാണ്ടിറ്റി, ഈ സാധനം നിങ്ങളൊരു AC റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാൽ എത്ര രൂപ ആവും? ചിക്കൻ ഫ്രൈ 250. ഇതെല്ലാം ഒരു പകുതി കാശിന് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? ഈ അത്രയും ടേസ്റ്റുമാണ്. ഈ തട്ടുകടയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇവരുടെ സാധനം തീരും അപ്പോൾ അവർ ക്ലോസ് ചെയ്യും. മറ്റിടത്ത് അങ്ങനെയല്ല, എടുത്ത് പിടിച്ച് കയറ്റി വയ്ക്കും, വീണ്ടും ചൂടാക്കും. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇപ്പോൾ തട്ടുകട പ്രിഫർ ചെയ്യുന്നത്. പിന്നെ റോഡ് സൈഡൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് പോകുന്നവരും ഒന്ന് കയറി അല്ല കാണാനും പറ്റും, എന്തൊക്കെ ചെയ്യുന്നത് കാണാനും പറ്റും. ഓപ്പൺ അല്ലേ? എന്താണ് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സാധനം എന്താണ്? ഞങ്ങൾ ഇതിന് മുന്നേ ഒരു സാധനം വാങ്ങിയായിരുന്നു. അല്ല എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മള് ദോശ സാമ്പാർ വാങ്ങിയത്. അപ്പൊ നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ചിക്കൻ ഫ്രൈ മാത്രം. ബാക്കി ചപ്പാത്തി വീട്ടിയുണ്ടോ? ദോശയൊക്കെ ഉണ്ട്. ചിക്കൻ ഫ്രൈ മാത്രം. 1-2 പേര് പറഞ്ഞു ഫ്രൈ അത്ര ടേസ്റ്റ്. ഞാൻ ഫ്രൈ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റാണ് അല്ലേ? ശരി. ഞാൻ ഇവിടെ നായക്കൂടെ കഴിച്ചിട്ടുള്ളത് പുട്ടും ചിക്കൻ കറിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് അല്ലേ? ചൂടോടെ തന്നെ കിട്ടുകയും ചെയ്യും. കൊത്തുപൊറോട്ട ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തില്ല, ഇന്ന് ഇഷ്ടം വേണ്ട. ശരി. ഓക്കെ. എന്താണ് വാങ്ങുന്നത്? ഞാൻ പൊറോട്ടയും ബീഫ് റോസ്റ്റ് സ്ഥിരം വാങ്ങാറുണ്ട് ഇവിടെ നിന്ന്? മിക്ക ദിവസങ്ങളും വാങ്ങാറുണ്ട്. എന്താ ബീഫ് റോസ്റ്റ് ഇത്ര ഇഷ്ടം? അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആണല്ലേ? ബീഫ് റോസ്റ്റ് ഇതിലൊന്നും കഴിച്ചിട്ടില്ല. ഞാനിവിടെ നിന്ന് എനിക്ക് ഒരിക്കൽ പുട്ട് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ പുട്ട് കിട്ടി. പിന്നെ പുട്ടും ചിക്കൻ കറിയും മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല. ബീഫ് നല്ലതാണ്, റോസ്റ്റ് ആണല്ലേ? സൂപ്പറാണ്, അടിപൊളിയാണ്. പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് റോസ്റ്റ് എത്ര വില വരുന്നത് ഇവിടെ? 130 ബീഫ് റോസ്റ്റ് അല്ലേ? ശരി. പാഴ്സലല്ല, ഒന്ന് കഴിച്ചിട്ട് ഇവിടെ സ്ഥലം എടുത്ത് 5 തെങ്ങ. 5 തെങ്ങിൽ നല്ല ഫുഡൊന്നും ഇല്ലേ? ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണല്ലേ? നല്ല ഫുഡാണ്, അതുകൊണ്ടാണ് സ്ഥിരം ഇവിടെ വരുന്നത്. എന്തായാലും ആറ്റിങ് വരുമ്പോൾ ഉള്ളവർ ഇതിൽ 5 തെങ്ങുകാരൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ നമ്മൾ ആറ്റിങ്ങക്കാർക്ക് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. ശരി. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്, പുട്ടും ചിക്കൻ റോസ്റ്റും. പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരെനിക്ക് ബീഫ് റോസ്റ്റ് തന്നു. ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് ഇവിടെ വന്ന ക്ലയൻസ് എല്ലാം എൻ്റെ പറഞ്ഞായിരുന്നു. എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബീഫ് റോസ്റ്റും തന്നിട്ടുണ്ട്. ചേട്ടാ ഒരു സ്ട്രോങ് ചായയും കൂടെ. നിങ്ങളെ ചായ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു സ്ട്രോങ് ചായയും കൂടെ. ഞാനിവിടെ നിന്ന് കഴിച്ച സാധനം, ആയിക്കൂട്ടി കഴിച്ചൊരു സാധനം ഈ പറയുന്ന പുട്ടും ചിക്കൻ റോസ്റ്റുമാണ്. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. നമുക്കെന്തായാലും അതൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ അന്ന് കഴിച്ച ടേസ്റ്റ് തന്നെ നോക്കട്ടെ. ഞാൻ ഗ്രേവിയുടെ രുചി എൻ്റെ വായിൽ ഇപ്പോഴും നിൽക്കണം കേട്ടോ. നല്ല ജ്യൂസിയാണ് ചിക്കൻ. ഈ ഒരു പുട്ടും ഈ ചിക്കൻ റോസ്റ്റും കൂടെ ഇവിടെ വരുന്ന വില വെറും 110 രൂപയാണ്. അതിനുള്ള വർത്തുണ്ട്, അതിനേക്കാളും വർത്തുണ്ട്. കാരണം ഈ ഒരു സാധനം അത്യാവശ്യം ആവറേജ് ഏത് കടയിൽ പോയാലും എങ്ങനെ പോയാലും 200 രൂപ അവർ വാങ്ങും. 110 രൂപയ്ക്ക് വളരെയധികം വർത്താണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. പിന്നെ നമ്മുടെ വൈശാഖേട്ടൻ പറഞ്ഞത് ഈ ബീഫ് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നാണ്. ഈ ബീഫ് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വൈശാഖേട്ടൻ പറഞ്ഞായിരുന്നു. ചായ വന്നു. ഏതായാലും ഈ ബീഫ് റോസ്റ്റ് ടേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞായിരുന്നു. ഞാനതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ.
ചുമ്മാ നല്ല പറഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റാണ് ബീഫ്. ഞാനൊരു ഫുഡിയൊന്നുമല്ല, അത്യാവശ്യം വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഫുഡ് ബ്ലോഗിലൊക്കെ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ളൊരു അന്തരീക്ഷത്തിലുള്ള ഫുഡ്, ഒരുപാട് ആൾക്കാർ വിടുന്ന ഫുഡ്, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഫുഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ ബ്ലോഗിൽ ഉൾപ്പെടുത്താറുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, പിന്നെ ടേസ്റ്റ്, ഈ രണ്ടും ഒത്തിണങ്ങിയാണ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് അവരുടെ സ്വന്തം വീടിനോട് ചേർന്നുള്ള ഒരു തട്ടുകടയാണ്. ഇവിടെ അവരെന്തുണ്ടാക്കുന്നോ അത് തന്നെയാണ് അവരും കഴിക്കുന്നത്. ഇവിടുത്തെ മക്കളൊക്കെ ഉണ്ട്. ഇത് വയസ്സായിട്ടൊന്ന് മക്കളാണ്. മോളെ പേരെന്താ? ശിഖ. മോളെ പേര് എറിയ. എന്ത് ചെയ്യുന്നു? ദിയ. എന്ത് ചെയ്യുന്നു? 7ാം ക്ലാസ്സിൽ. കണ്ട ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കും പോലെ ഉണ്ടല്ലോ. മോളെ ക്ലാസ്സിൽ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലോ? ശരി. എവിടെയാണ് പഠിക്കുന്നത്? കുന്നോല സ്കൂളിലോ? ആണോ? എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എൻ്റെ വീട്. ആ നീല ഗേറ്റില്ലേ, അതല്ല വീട്, ആ കാവിൻ്റെ ഓപ്പോസിറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡല്ലേ നിങ്ങളും കഴിക്കുന്നത്? അവിടെയല്ലേ കഴിക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന അതേ ഫുഡാണ് അവരും വീട്ടുകാരും കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗുണമുണ്ടാവും. സാധാരണ ചിലയിടങ്ങളിലൊന്നും അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇവിടെ സ്വന്തം തട്ടയുടെ ഫുഡാണ് അവർ കഴിക്കുന്നത്. അപ്പം അത്രത്തോളം കുഴപ്പങ്ങളില്ലാത്ത നല്ല ഫുഡാണ്, ടേസ്റ്റും ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ മോളൊക്കെ എന്താ ഇഷ്ടം? ഏത് ഫുഡാണ് ഇഷ്ടം? എല്ലാം കഴിക്കും. നോക്കാം മോളെ, എല്ലാം കഴിക്കും. അങ്ങനെ ചിക്കൻ ഫ്രൈ വേണമെന്നാ, ബീഫ് റോസ്റ്റ് വേണമെന്ന് അങ്ങനെയൊന്നുമില്ല, എന്ത് ഫുഡും കഴിക്കും. ശരി. ഏതായാലും നല്ലൊരു ഫുഡ് കഴിഞ്ഞ സന്തോഷത്തിലും നല്ലൊരു തട്ടുകട പരിചയപ്പെടുത്താൻ കഴിഞ്ഞ സന്തോഷത്തിലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇസ്മായിൽ ഹുസൈൻ, ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.